അതിരപ്പള്ളിയിലെ അധികം ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു സ്പോട്ടിലേട്ടാണ് ഞങ്ങൾ പോയി. അങ്ങനെ കാട്ടി പോണതിന് മുമ്പ് ഞങ്ങൾ പോയത് ഒരു കല്യാണത്തിന്റെ കഥ പറയുകയാണെങ്കിൽ കെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അമ്പലത്തിൽ അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് കല്യാണ ഹോളിലോട്ട്. അങ്ങനെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യം ശ്രദ്ധിച്ചത്. മച്ചന്മാരിട്ടൊന്ന് സെയിം കളറുള്ള ഡ്രസ് ആയി പോയി. നോക്കുമ്പോ ക്യാമറമാനും അതേ ഷർട്ടിനിട്ട് അമ്മച്ചിമാരൊക്കെ ഫോട്ടോ എടുക്കാൻ സ്റ്റേജിൽ കയറിയാറ് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ചൂടത്ത് ഇതേപോലെ ക്യൂ നിൽക്കണം. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ കല്യാണം ആയതുകൊണ്ട് എന്റെ ക്യൂ എന്നാലും എന്താ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ചെറുക്കന്റെ പെണ്ണിന്റെ ഡാൻസ് മാത്രമല്ല ഓഫീസിലെ ടീമിന്റെ കുറച്ച് ടഫ് സ്റ്റെപ്സും കൂടി ഉണ്ട്. പിന്നെ എല്ലാവരോടും ടാറ്റ പയ്യൊക്കെ പറഞ്ഞ് ഗൂഗിൾ മാപ്പ് ഓണാക്കി നേരെ വിട്ട് അതിരപ്പള്ളി പോണ വഴിക്ക് ഒരു കിടിലം ബിൽഡിംഗ് കണ്ട് നിർത്തിയത്. അതിന്റെ അപ്പുറത്ത് അടിപൊളി വ്യൂവും വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം. പിന്നെയാണ് മനസ്സിലായത് അത് ഉണ്ടാക്കിയ വെള്ളച്ചാട്ടമാണ്. അതിരപ്പള്ളിയിലെ അധികം ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു സ്പോട്ടിലേട്ടാണ് ഞങ്ങൾ പോയി. ഞങ്ങളെ സർപ്രൈസ് ആയിട്ട് കണ്ട കാരണം ഇവന്മാര് കുറച്ചു നേരം ഞങ്ങൾ നോക്കി ഞെട്ടി നിൽക്കുക. അങ്ങനെ കാടും മലയൊക്കെ കടന്ന് ഞങ്ങൾ എത്തിയത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത്. അടുത്തെത്തി. സുന്ദരമായ ലോകം. ഇവിടെ പാമ്പും മറ്റു ജീവികളൊക്കെ ഉള്ള വന്നവര് സൂക്ഷിച്ചു വന്നാൽ വന്ന പോലെ തന്നെ തിരിച്ചു. വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് പോകാനായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ്, അതുകൊണ്ട് അതിന്റെ അടുത്തോട്ട് പോകാൻ പറ്റും. ഞങ്ങൾ ഇവിടുന്ന് ദൂരോട്ട് നോക്കിയപ്പോഴാണ് ഹോട്ട് എയർ ബലൂൺ പൊങ്ങണ. കുറച്ചു നേരം പൊന്തും കുറച്ചു നേരം താഴും. ഇതന്നെയായിരുന്നു അവസ്ഥ. പോണ വൈക്കാണ് കുരങ്ങന്മാരെ എന്തൊക്കെയോമാര് വണ്ടികളിൽ നിന്ന് കട്ടുകൊടുക്കുന്നത്. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് പോണ വൈക്ക് രണ്ട് കാട്ടാരെയും കണ്ടപ്പോൾ തൃപ്തി. അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി.